ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിതേ അത്തത്തിൻ്റെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞു അത്തം തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ അത്തം ഇടുന്നത് മുതൽ ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ചിക്കുവിൻ്റെ സ്കൂളിൽ ഓണത്തിൻ്റെ സെലിബ്രേഷനൊക്കെയാണ്. അപ്പോൾ അതിനും ഒക്കെ ചിക്കുവിനെ കൊണ്ടാക്കണം, റെഡിയാക്കണം, അത്തം ഇടണം, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു തിരക്ക് പിടിച്ച ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ കുറച്ച് എന്നെ കൊണ്ടാവുന്നത് പോലെയുള്ള വിഷ്വൽസൊക്കെ എടുത്തൊരു വീഡിയോ ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോവാം. ഞാൻ അത്തം ഇന്നലെ ഇട്ടത് മാറ്റാൻ പോവുകയാണ്. മാറ്റിയിട്ട് ഒന്ന് ചാണകമൊക്കെ തളിച്ച് എടുക്കണം. ഇത് 10 തിട്ടകളാക്കി ഇത് ഇങ്ങനെ ഞങ്ങൾ തന്നെ തയ്യാറാക്കി എടുത്തതാണ് കേട്ടോ. ഞാനും ചിക്കോ അമ്മും ഒക്കെ കൂടിയിട്ട് ചേർന്ന് ചാണകം തളിച്ച് കഴിഞ്ഞ കേട്ടോ. ഇനി ഇത് നമ്മളിങ്ങനെ മേലിലൊരു ചാണകത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇനി അതൊന്ന് റെഡി ആകുമ്പോഴേക്കും ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് പോയി പൂവെടുത്തിട്ട് വരാം കേട്ടോ. പൂവെടുത്തിട്ടില്ല, പൂവെടുക്കാൻ പോകണം. അപ്പോൾ ഇവിടെ ഉള്ള പൂക്കൾ വെച്ചിട്ട് തന്നെയാണ് ഇടുന്നത്. പിന്നെ പൂവെടുക്കാൻ പോകാം. ഇവിടുന്ന് പിച്ചിപ്പൂവും കൂടെ എടുക്കാം കേട്ടോ. നമ്മുടെ ഇവിടുത്തെ തന്നെ പിച്ചിപ്പൂ കുറച്ച് പൂത്തപ്പുണ്ട്. അപ്പോൾ അതും കൂടി എടുക്കാം. ചിക്കുവിന് ഞാൻ വെച്ചുകൊണ്ട് പോകാനായിട്ട് വേറെ പൂ മേടിച്ചു കേട്ടോ. ഇതിപ്പോൾ തികയത്തില്ല, കാരണം മുടിയിൽ വയ്ക്കാനായിട്ട് അരളിയും മുല്ലയും കൂടെയൊക്കെ ആയിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ചിക്കു റെഡിയാവുന്നത്. ഇപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുവാണ്. കുളിയൊക്കെ കഴിഞ്ഞ് എന്നെ റെഡിയാവാൻ ഞാനല്ല കേട്ടോ റെഡിയാക്കുന്നത്. പാറുവിൻ്റെ അടുത്ത് വിടും. പാറുവാണ് റെഡിയാക്കി വിടുന്നത്. പാറു എന്ന് പറയുന്നത് ചിക്കുവിൻ്റെ ചേച്ചിയാണ് കേട്ടോ, മാമിയുടെ മോള്. അപ്പോൾ അവൾ റെഡിയാക്കി വിടും. ആ സമയം കൊണ്ട് ഞാൻ അത്തമൊക്കെ ഇട്ടിട്ട് റെഡിയായി വരും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് വേഗം ഇറങ്ങുകയും ചെയ്യാമല്ലോ. അപ്പോൾ അതേ കുറച്ച് പൂ മതി കേട്ടോ. അപ്പിച്ചിയുടെ കുറച്ച് പൂക്കൾ എടുത്തിട്ടുണ്ട്. ഇനി അത് കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് ബാക്കി കുറച്ച് പൂക്കളോട് എടുക്കണേ. പുറത്ത് റോഡിനപ്പുറത്ത് ഒരു മഞ്ഞ പൂ നിൽപ്പുണ്ട്. അപ്പോൾ ആ പൂവും കൂടി എടുക്കാം. ആ പൂ അപ്പുറം വശത്താണ് നിൽക്കുന്നത്. അപ്പോൾ പോയി എടുത്തിട്ട് വരാം. മഞ്ഞപ്പൂ അവിടെയാണ് നിൽക്കുന്നത് കേട്ടോ. കുറച്ച് പൂവേ ഉള്ളൂ. ഇന്നലെ മഴയായത് കാരണം കുറേയൊക്കെ കൊഴിഞ്ഞു പോയി. എന്നാലും കുറച്ച് ഉള്ളതെടുക്കാൻ ഇന്ന് കുറച്ച് പൂവിൻ്റെ ആവശ്യമുള്ളൂ. ഇതാണ് ആ മഞ്ഞപ്പൂ കേട്ടോ. കുറച്ച് മതി. ഞാൻ എത്തുമെന്ന് നോക്കട്ടെ. എത്തുമെങ്കിലും എടുക്കാം. താഴെ 1-2 പൂക്കളൊക്കെ നിൽപ്പുണ്ട്, അതെടുക്കാം. ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഇത് 2-3 എടുക്കാം. കുറച്ച് താഴെ അങ്ങുമൊക്കെ പൂത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അത് എടുക്കാം. ഇത് എത്തൂല. പൂവെല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതേ മഴ വരുന്നുണ്ട് കേട്ടോ. പെയ്യോ എന്തോ നോക്കാം. മഴ വരുന്നു. തുളസി വയ്ക്കാൻ പോവുകയാണേ. പൂവൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും മഴ പെയ്തു കേട്ടോ. മഴ പെയ്തപ്പോൾ ഞാൻ കുടയൊക്കെ എടുത്തൊന്ന് ഇതാക്കി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് മാറി നിന്നു കേട്ടോ. കാരണം നല്ല മഴയായിരുന്നു. ആ മഴയൊക്കെ തോർന്നിട്ട് പിന്നെയും അത്തം ഇടാൻ തുടങ്ങി കേട്ടോ. ഞാനിപ്പോൾ തുളസി വെച്ചിട്ടുണ്ട്. ഇനി വയ്ക്കുന്നത് ശംഖുപുഷ്പമാണ്. കുറച്ച് ശംഖുപുഷ്പം ഇങ്ങനെ ഫസ്റ്റ് തട്ടിൽ അപ്പം വെച്ചുകൊണ്ടിരിക്കുവാണ്. ഇതിപ്പോൾ നന്നായിട്ട് നല്ല ഉഷാറിലിരിക്കുന്ന പൂവായിരുന്നു കേട്ടോ. ഇന്നലെ ഇച്ചിരി കളറ് കുറവായിരുന്നു. ഇന്ന് ഇച്ചിരി കളറുള്ള പൂക്കളാണ്. ഇന്ന് അത്തത്തിൻ്റെ 5ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ 5 നിറങ്ങളിലുള്ള പൂക്കൾ വെച്ചിട്ട് 5 ഇനം പൂക്കൾ വെച്ചിട്ടാണ് നമ്മൾ അത്തം ഇടുന്നത്. ഇപ്പം ഞാൻ തുളസിയൊക്കെ വെച്ച് അതുപോലെ തന്നെ ശംഖുപുഷ്പം വെച്ചിട്ട് നേരെ താഴെ വയ്ക്കുന്നത് മെലസ്റ്റോമയാണ് കേട്ടോ. മെലസ്റ്റോമ നല്ലൊരു കളറാണ്. ഇനി പിച്ചിയാണ് വയ്ക്കുന്നത് കേട്ടോ. ഞാൻ മെലസ്റ്റോമ വെച്ച് കഴിഞ്ഞു. ഇനി തൊട്ട് താഴെ പിച്ചിയാണ്. പിച്ചി നമ്മുടെ ഇവിടുത്തെ പിച്ചി തന്നെയാണ്. പിച്ചി ഇങ്ങനെ അതിൻ്റെ ഞെട്ട് കളഞ്ഞിട്ട് ഇങ്ങനെ ഒന്നാക്കിയിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ 5 ഇനം പൂക്കളൊക്കെ വെച്ചിട്ട് അത്തം ഇട്ട് കഴിഞ്ഞ കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് റെഡി ആവണം, അതുപോലെ തന്നെ ചിക്കുനും റെഡി ആവണം. ചിക്കു റെഡിയാവാൻ പോയിട്ടുണ്ട് കേട്ടോ. പോയിട്ട് തിരിച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇറങ്ങാനുള്ള സമയമാവും. ഇപ്പോൾ തന്നെ ഇച്ചിരി ലേറ്റാണ്, കാരണം ഇടയ്ക്ക് മഴ പെയ്ത കാരണമാണ് ഇച്ചിരി ലേറ്റായത്. അപ്പോൾ ഇനി റെഡിയാവാൻ പോട്ടെ. നമ്മൾ റെഡിയായി വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി കേട്ടോ. ഇച്ചിരി ലേറ്റായത് കാരണം അവിടെ നിന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ചിക്കുവിനെ ഒരു ഡാൻസ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നതാണ് കേട്ടോ. നമ്മൾ പഠിച്ചിട്ടൊക്കെ നിൽക്കാനല്ലേ ചിക്കു. പൂവൊക്കെ കണ്ടോ. നമ്മൾ ഇന്നലെ രാത്രി കെട്ടിയൊക്കെ വെച്ചതാണ് കേട്ടോ. അരളിയും മുല്ലയും ഒക്കെ ചേർത്തിട്ട് കെട്ടിയൊക്കെ വെച്ച് ഇന്നിപ്പോൾ റെഡി ആയിട്ടുണ്ട്. പാറു ചേച്ചിയാണ് റെഡിയാക്കി വിട്ടതല്ലേ? പാറു ചേച്ചി വീഡിയോ എടുത്തായിരുന്നു അവിടെ പോയപ്പോൾ കുറച്ചെടുത്ത്. അപ്പോൾ ആ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് ഇട്ടേക്കാം. പാറു വീഡിയോ എടുക്കുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടുത്ത് കാണുമായിരിക്കും. അപ്പോൾ തിരക്കിൻ്റെ ഇടയിലാണ് പാറു ചേച്ചി റെഡിയാക്കി തന്നല്ലേ. അതിലില്ല.
അമ്മ പറഞ്ഞു ഇത് മതി എന്ന് പറഞ്ഞു. ഇനി ഇതേ ചിക്കുവിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ചിക്കു നേരെ നിന്ന് കൊടുക്കുക. എങ്ങനെയാ? ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ സ്ഥലത്ത് നമ്മൾ കൊറോണയൊക്കെ ആയിരുന്ന സമയത്ത് ഓൺലൈൻ ക്ലാസ് നടക്കുന്ന സമയത്ത് സ്കൂളിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം വന്നപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ഒരു പാട്ട് ഷൂട്ട് ചെയ്ത് ഓർമ്മയുണ്ടോ ചിക്കു? ഇവിടെ വന്ന് ഇതേ സ്ഥലത്ത് നിന്നാണ് ചെയ്തത്. പക്ഷെ അന്ന് ഇവിടെ നെൽകൃഷിയൊക്കെ ചെയ്തിരുന്ന ഒരു പാടമാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ വലിയ കൃഷികളൊന്നുമില്ല. ഞങ്ങൾ നെല്ലുണ്ടാവുമെന്ന് കരുതിയിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ ഇല്ല കേട്ടോ. ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ ചിക്കുവിൻ്റെ സ്കൂളല്ലേ ചിക്കു? അപ്പോൾ ഇനി ഡാൻസൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്കൂളിലേക്ക് ഉണ്ടാക്കും. എന്താ വേണ്ടേ? എന്തേലും മതിയാ? വിശപ്പുണ്ടോ? ചെറുതായിട്ടേ ഉള്ളൂ. ഡാൻസ് കളിച്ചതൊക്കെ ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ട്? സ്കൂളിലെത്താൻ ലേറ്റായാ? 5 മിനിറ്റ് കൂടെ ഉള്ളൂ. നമ്മളിപ്പോൾ എത്തുവേ. ചിക്കു മെഹന്തി ഇട്ടിരിക്കുന്ന കാണിച്ചേ. ആരാ ഇട്ടെന്ന്? കൊള്ളാമല്ലോ. ഇന്നലെ രാത്രി ഇട്ടല്ലേ നമ്മള്? നോക്കട്ടെ അത്. കൊള്ളാമല്ലോ. ഇഷ്ടപ്പെട്ടാ? സൂപ്പർ. ഓക്കെ. ലേറ്റാവുന്ന കഴിക്കാൻ പറ്റുന്ന അത്രയും കഴിച്ചാൽ മതി കേട്ടോ. കഴിച്ചിട്ട് വരാം. പിന്നെ ഞങ്ങളപ്പോൾ സ്കൂളിലൊക്കെ ആക്കിയിട്ട് നേരെ സിറ്റിയിലേക്കാണ് പോയത്. ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.